എല്ലാവർക്കും നമസ്കാരം. മദൻ മോഹൻ മാളവിയെ പറ്റി PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യോത്തരങ്ങളും നോക്കാം. മഹാമാന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയെ ആണ്. മഹാമാന എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയ. യാചകരുടെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയ ആണ്. യാചകരുടെ രാജകുമാരൻ എന്നും മഹാമാന എന്നും അറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയ. 1880 ഹിന്ദു സമാജം സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയ ആണ്. 1880 ഹിന്ദു സമാജം സ്ഥാപിച്ചതും മദൻ മോഹൻ മാളവിയ. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനായി മദൻ മോഹൻ മാളവിയ 1905 ആരംഭിച്ച ഒരു സംഘടനയാണ് ഗംഗാ മഹാസഭ. ഗംഗാ മഹാസഭ 1905 ആരംഭിച്ചത് മദൻ മോഹൻ മാളവിയ ആണ്. സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്നതിനായിട്ട് മദൻ മോഹൻ മാളവിയ ആരംഭിച്ച സംഘടനയാണ് ഭാരത ധർമ്മ മഹാമണ്ഡൽ. 1887 ആരംഭിച്ച ഭാരത ധർമ്മ മഹാമണ്ഡൽ സ്ഥാപിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവിയ. എന്തിനു വേണ്ടി? സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്നതിനായിട്ട് മദൻ മോഹൻ മാളവിയ ആരംഭിച്ച ഒരു സംഘടനയാണ് ഭാരത ധർമ്മ മഹാമണ്ഡൽ. വർഷം 1887 ആണ്. 1882 ഗോരക്ഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. 1882 ഗോരക്ഷണി സഭ ദയാനന്ദ സരസ്വതിയും 1941 ഗോരക്ഷാ മണ്ഡൽ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയ. 1941 ഗോ രക്ഷാ മണ്ഡൽ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയ. 1882 ഗോരക്ഷണി സഭ സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയുമായിരുന്നു. മദൻ മോഹൻ മാളവിയ പ്രയാഗ സേവാ സമിതി ആരംഭിച്ചത് 1919 കുംഭമേളയിൽ വെച്ചാണ്. മദൻ മോഹൻ മാളവിയ പ്രയാഗ സേവാ സമിതി ആരംഭിച്ചത് 1919 കുംഭമേളയിൽ വെച്ചാണ്. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും രാജിവെച്ചത് 1919 ചൗരി ചൗര സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി കേസ് വാദിച്ചതും മദൻ മോഹൻ മാളവിയ. ചൗരി ചൗര സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടി കേസ് വാദിച്ചത് മദൻ മോഹൻ മാളവിയ. 1926 ലാലാ ലജ്പത് റായ്ക്കും മദൻ മോഹൻ മാളവിയയ്ക്കും ചേർന്ന് ആരംഭിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇൻഡിപെൻഡൻസ് പാർട്ടി. കോൺഗ്രസ് ഇൻഡിപെൻഡന്റ് പാർട്ടി സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായും മദൻ മോഹൻ മാളവിയയും ചേർന്നിട്ടാണ്. വർഷം 1926. 1932 ബനാറസിൽ അഖിലേന്ത്യാ സ്വദേശി സംഘം രൂപീകരിച്ചതും മദൻ മോഹൻ മാളവിയാണ്. 1932 ബനാറസിൽ അഖിലേന്ത്യാ സ്വദേശി സംഘം രൂപീകരിച്ചത് മദൻ മോഹൻ മാളവിയ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി പങ്കെടുത്തത് മദൻ മോഹൻ മാളവിയ. ഇമ്പോർട്ടന്റ് ചോദ്യം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായി പങ്കെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവിയ. മദൻ മോഹൻ മാളവിയ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം 1909 ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. 1909 ലാഹോർ സെഷനിലാണ് മദൻ മോഹൻ മാളവിയ ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള INC സമ്മേളനം. 1932 പൂന കരാറിൽ ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുവെച്ചതും മദൻ മോഹൻ മാളവിയ. ഇതും ഒരു പ്രധാന ചോദ്യമാണ്. 1932 നടന്ന പൂന കരാറിൽ ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? ഉത്തരം മദൻ മോഹൻ മാളവിയ. ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ആനി ബെസന്റ്. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ്. ബനാറസ് സെൻട്രൽ ഹിന്ദു സ്കൂള് ആനി ബെസന്റും ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയ ആണ്.
ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് എന്നാണ്? 1916 ഫെബ്രുവരി 4. 1916 ഫെബ്രുവരി 4 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ തറക്കല്ല് ഇടൽ ചടങ്ങ് നടന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതു ചടങ്ങ് കൂടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതു ചടങ്ങാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ തറക്കല്ലിടൽ ചടങ്ങ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മകരന്ത് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നതും മദൻ മോഹൻ മാളവ്യ ആണ്. മദൻ മോഹൻ മാളവ്യയാണ് മകരന്ത് എന്ന പേരിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സാഹിത്യരചന നടത്തിയിരുന്ന വ്യക്തി. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരത സർക്കാർ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്നം നൽകിയ ആദരിച്ച വർഷം 2014. മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരത് സർക്കാർ മരണാനന്തര ബഹുമതിയായി ഭാരത് രത്നം നൽകി ആദരിച്ചത് 2014 ആണ്. മാളവ്യ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാരണാസി. ഗംഗാ നദിക്ക് കുറുകെയായിട്ടുള്ള വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന മാളവ്യ പാലം. ഗംഗാ നദിക്ക് കുറുകെ വാരണാസിയിലാണ് മാളവ്യ പാലം സ്ഥിതി ചെയ്യുന്നത്. മാളവ്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിൽ തന്നെയാണ്. മാളവ്യ ദ്വീപുമുണ്ട്, ഗംഗാ നദിയിൽ ഉള്ളൊരു ദ്വീപാണിത്. മദൻ മോഹൻ മാളവ്യയോട് ആദരസൂചകമായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് മഹാമാന എക്സ്പ്രസ്. മദൻ മോഹൻ മാളവ്യയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് മഹാമാന എക്സ്പ്രസ്. കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെയാണ് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന പേരിലും അറിയപ്പെടുന്നത്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭൻ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഹിന്ദി വാരികയാണ് അഭ്യുദയ. അഭ്യുദയ എന്ന ഹിന്ദി വാരിക 1907 ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ലീഡർ 1909 പുറത്തിറങ്ങിയ ലീഡർ എന്ന ഇംഗ്ലീഷ് പത്രം മദൻ മോഹൻ മാളവ്യ ആണ് ആരംഭിച്ചത്. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഹിന്ദി പത്രമാണ് മര്യാദ. 1910 തന്നെ ഇറങ്ങിയ മര്യാദ, അതൊരു ഹിന്ദി പത്രമാണ്. മദൻ മോഹൻ മാളവ്യയാണ് ഇതിന്റെ സ്ഥാപകൻ. മദൻ മോഹൻ മാളവ്യ എഡിറ്ററായിരുന്ന പത്രങ്ങൾ ഇന്ത്യൻ യൂണിയൻ, ഹിന്ദുസ്ഥാൻ, ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയന്റെയും ഇന്ത്യൻ യൂണിയന്റെയും ഹിന്ദുസ്ഥാൻ എന്നീ പത്രത്തിന്റെ എഡിറ്ററായി ചുമതലയിലുണ്ടായിരുന്ന വ്യക്തിയും മദൻ മോഹൻ മാളവ്യ ആണ്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മദൻ മോഹൻ മാളവ്യയെ പറ്റി ഡീറ്റെയിൽ ആയി നോക്കിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കാനും ശ്രമിക്കണമേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസ്, മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.